സൂപ്പർ ആയിട്ടുണ്ട് വെരി ഗുഡ് വെരി നൈസ്. ഒരു സൈക്കോ ഫിലിമാണ്. രാജ്ബി ഷെട്ടി അപർണ പോലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. തിയേറ്റർ വാച്ചുള്ള ഐറ്റം തന്നെയാണ് അത് രാജ്ബി ഷെട്ടി നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ വെറൈറ്റി ഉണ്ട്. മ്യൂസിക് കാണാൻ കൊള്ളാം. ഒരു വൺ ടൈം വാച്ചബിളായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം തന്നെയാണ്. കുഴപ്പമില്ല. നമ്മുടെ ഒരു രാജ്ബി ഷെട്ടിയുടെ ഒരു സിനിമ സ്റ്റൈലിന്റെ ഉണ്ടല്ലോ, നമ്മുടെ ടോബിയും റഹ്മാനെ കണ്ട പോലെ ആ ഒരു രീതി തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നല്ലതായിട്ട് ഇതിൽ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. 3-4 കഥാപാത്രങ്ങൾ വെച്ചാണ് മുഴുവൻ പടം കൊണ്ടുപോകുന്നത്. കുഴപ്പമില്ല, നല്ല സിനിമ. ഒരു സൈക്കോ സിനിമ, നമ്മുടെ 5-ാം പാതിരയൊക്കെയുടെ ആ മൂഡിലുള്ള ഒരു പടം. കുഴപ്പമില്ല, നല്ല പടം. നമ്മൾ വെറൈറ്റി സൈക്കോ ത്രില്ലർ മുഴുവൻ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു മൂഡിൽ തന്നെ പടം പോകുന്ന പടം. കുഴപ്പമില്ല, ഓരോ ക്യാരക്ടർ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ പടത്തെ പറ്റി പറയാൻ പറ്റില്ല, സസ്പെൻസ് ആണ് പടം. അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല പടമാണ്. സൈക്കോളജിക്കലി എന്ന് പറയാൻ പറ്റില്ല, സസ്പെൻസ് ത്രില്ലറാണ്. പക്ഷെ ഒരു സൈക്കോ മൂഡാണ്. അത് പടം കണ്ടാലേ മനസ്സിലാവും. അതില് എന്താ പറയാ, ഒരു സർവൈവൽ ത്രില്ലർ പോലെ തോന്നുന്നു. നല്ല സൂപ്പറായിട്ടും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫിലിം ആദ്യമായിട്ടാണ് തോന്നുന്നു. പിന്നെ അപർണ ബാലമുരളി തന്നെ അവരുടെ ഒരു കരിയറിൽ ഒരു ഡിഫറെന്റ് ടൈപ്പാണ്. വളരെ സൂപ്പറായിട്ടുണ്ട്. സാറായ കാരണം, രാജ്ബി ഷെട്ടി സാറായ കാരണമാണ് അപർണയ്ക്ക് പോലും ഇത്രയും ഒരു ഇത് വന്നത്. எப்படின்னா ஒரு சாதாரண மேட்டர், பெரிய மேட்டரே கிடையாது. ஒரு மேட்டர், அதாவது எப்படின்னா ஒரு ஃபேமிலியை பலி வாங்குறாரு, அவ்வளவுதான். அந்த ஃபேமிலி என்ன ரீசன்னால பலி வாங்குறாருன்னு சொன்னா, அவருக்கு இது பண்ண ஒரு டாக்டர் இம்பார்ட்டன்ட். அவர் என்ன பண்றாருன்னா, அந்த இம்பார்ட்டண்டா இருந்தவர்னால அதனால அவர் என்ன வெக்ஸ் ஆயிடுறாரு. இதனால எப்படின்னா அந்த ஒரு இது மேல வெறுப்பாகி அந்த ஃபேமிலியவே பழி வாங்குறாரு. அவருடைய அப்பா, அவருடைய மக, அவங்களதான் பழி வாங்குறதா இது சொல்லுது. ஒரு வீட்டுக்குள்ளார அடைச்சு வச்சிருந்தது தப்பிக்கிறதுக்கு ஒரு காரணமா ஒரு எலி வந்தது பாருங்க. அந்த எலி கம்பேர் பண்ண முடியாது. இப்ப இந்த மாதிரியான ஒரு தாட் ஒருத்தருக்கு வந்திருக்குன்னா ரியலி ஒரு ஒண்டர்ஃபுல். அந்த எலிதான் மெயின் காசா இருந்து அவங்க தப்பிக்கிறதுக்கு உண்டான ரீசன் ஆயிருக்குங்கிறத நினைச்சு கூட பார்க்க முடியல. அற்புதமா இருக்காங்க. வெரி മൂവി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ. അപർണയുടെ ഒരു വേറൊരു ലെവൽ. അതുപോലെ തന്നെ നായകനായിട്ട് രാജ് സാറിന്റെ എല്ലാരും കാണണം. നമുക്ക് ലാസ്റ്റ് കണ്ണ് നിറയും, മനസ്സിൽ നല്ലൊരു വിങ്ങലോട് കൂടെ ഇറങ്ങാൻ പറ്റും. അത്രയ്ക്ക് കുറച്ച് സമയം എടുക്കുന്ന ആക്ഷനൊക്കെ സൂപ്പർ. അടിപൊളി. അപർണ അടിപൊളിയായിട്ട് ഇതിനകത്ത് ആക്ഷൻ രംഗങ്ങളൊക്കെ നന്നായിട്ട്, ഒരു ബോറുമില്ല. എല്ലാരും കാണുക. ഒരു പുതിയൊരു ഡയറക്ടറിന്റെ മൂവിയാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്ര അടിപൊളിയായിട്ട്. റെസ്പോൺസ് ഇതെല്ലാം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് നമ്മുടെ ആൾക്കാർ തന്നെ. സോ ഇവിടുത്തെ റെസ്പോൺസ് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ ഈവനിങ് വരെ കാണാൻ നമുക്ക് ഓഡിയൻസ് എങ്ങനെ റെസ്പോൺസ് ഉണ്ടെന്ന്. ബട്ട് വി ആർ ഹാപ്പി വിത്ത് whatever we have done. As an actor, I could give what I could. സോ അത് ചെയ്തിട്ടുണ്ട്. സോ ഡയറക്ടറും അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ നമുക്ക് എങ്ങനെ പോകുന്നു. മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ജോണർ ത്രില്ലർ ആണ് പടം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ളത്. കാരണം എന്തായിരുന്നു ചൂസ് ചെയ്യാനുള്ളത്? അതെ, എനിക്കും പുതിയത്. പിന്നെ ഇത്ര ഒരു വലിയ ക്യാരക്ടർ അല്ലേ, ഒരു വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. പിന്നെ അത് മാത്രമല്ല, നോർമലി ഒരു ഹീറോ ഇല്ലെങ്കിൽ ഒരു വില്ലൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല, ഒരു കുറച്ചും കൂടി വിയേർഡ് ക്യാരക്ടറാണ്. സോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കുറവ് കണ്ടതാണ്. സോ അങ്ങനെ ഇറ്റ് ആക്ച്വലി അട്രാക്റ്റഡ്. അതിൽ ഇറങ്ങാണ്ടിരിക്കണം. പക്ഷെ ഇത് ആദ്യം റിലീസ് ആവുന്ന സിനിമയാണ്. ഹിന്ദിയിലെ പോച്ചർ, സിറ്റി ഓഫ് ഡ്രീംസ്, അവരോധ്, പിന്നെ വിദ്യാബാലനോട് ഗോർദോപ്പിയാണ്. ഇതൊക്കെയാണ് റിലീസ് ആയിട്ട്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്റെ ഷൂട്ട് കഴിഞ്ഞ ലൊക്കേഷൻ വിസിറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് എന്റെ അടുത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു കുമാർദാസിന്റെ ഒരു ഹിന്ദി സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് വർക്ക് ചെയ്യാൻ കണ്ടോ? ഏകദേശം 30 വർഷം ഉണ്ടാവില്ല ജേണി തുടങ്ങിയിട്ട്. ഞാനും ഒരു 99 തുടങ്ങിയതാണ്. എന്തായാലും സന്തോഷം. സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക്. അതിലേക്ക്